ജീവിതത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? കോളേജ് ജീവിതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔദ്യോഗിക ജീവിതമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കോളേജ് ജീവിതം മാസത്തിലെ വിക്ടോറിയ കോളേജിൽ മാത്രമായി തുടങ്ങുന്നതാണ്. 1981 ഇവിടെ അധ്യാപകനായിട്ട് വരുന്നു. 2010 മാർച്ച് 31 പിരിഞ്ഞു പോകുന്നു. ഇക്കാലയളവിൽ നിരവധി അധ്യാപകന്മാരെയും അതേപോലെ ലഭ്യരായ അനവധി പ്രിൻസിപ്പൽമാരെയും നേരിട്ട് കാണാൻ, അവരോട് പ്രവർത്തിക്കാനും അവരെ സ്നേഹാദരത്തോടുകൂടി സമീപിക്കാനും എൻ്റെ ഔദ്യോഗിക ജീവിതം ഒരുവിധം ഭംഗിയായി തന്നെ പര്യവസാനിപ്പിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മൊത്തത്തിൽ പറയാനുള്ളത്. പിന്നെ ഔദ്യോഗിക ജീവിതം സംതൃപ്തി നൽകുന്നത് തന്നെയായിരുന്നു. കാരണം ഞാൻ പഠിച്ച കോളേജും ഇത് തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ഈ അന്തരീക്ഷവും ഇവിടെ അന്നുണ്ടായിരുന്ന എന്നെ പഠിപ്പിച്ചിരുന്ന പിന്നീട് എൻ്റെ അധ്യാപകരായി മാറിയ നിരവധി പേരെ കണ്ടുകൊണ്ടായിരുന്നു ദീർഘകാലം ഞാനിവിടെ ജോലി ചെയ്യാൻ ഇടവന്നത്. അതെനിക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട്. സാർ, ഇവിടുത്തെ സഹാധ്യാപകരെ കുറിച്ച് സാറിൻ്റെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എന്നെ പഠിപ്പിച്ചിരുന്നവരാണ് 2-4 അധ്യാപകർ. പിന്നീട് ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായി വന്നത്. അപ്പോൾ വിദ്യാർത്ഥിയായിരിക്കെ എന്നെ അങ്ങേയറ്റം സ്നേഹത്തോടെയും ബ്രദർ എന്ന നിലയ്ക്കും പരിഗണന നൽകി വന്നിരുന്ന അവർ പിന്നീട് എൻ്റെ സീനിയർ അധ്യാപകരായി, എൻ്റെ സഹപ്രവർത്തകരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് വളരെ കാലം ഞാൻ ജോലി ചെയ്തത്. അതെല്ലാം സർവീസിൽ നിന്ന് പോയി ഞാനിപ്പോൾ HOD ആയിട്ട് ഞാനും തിരിഞ്ഞു പോകുന്നു. ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യാതെ കാര്യങ്ങളെ കൊണ്ടു നടക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടോ അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു. പരീക്ഷ ജോലിയാവട്ടെ, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാവട്ടെ, GDC മീറ്റിംഗ് ആവട്ടെ, നാക്കിൻ്റെ പ്രവർത്തനങ്ങളാവട്ടെ, മൊത്തത്തിൽ സ്പോർട്സ് പ്രവർത്തനങ്ങളാവട്ടെ, കലാപരിപാടികളാവട്ടെ, എല്ലാത്തിലും നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ ബന്ധപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുള്ള അവസരങ്ങൾ മൂല്യം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് കിട്ടാൻ വേണ്ടി ശ്രമിച്ച് അതിലൊക്കെ വ്യാപൃതനായിട്ടുണ്ട്. അതൊക്കെയാണല്ലോ ഔദ്യോഗിക ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഞാനത് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാനത്തിൽ 10-25-30 കൊല്ലം കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പിരിഞ്ഞു പോകുമ്പോൾ വിട ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് അതിനെപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ കോളേജിൻ്റെ മൊത്തത്തിലുള്ള അഭിവൃദ്ധിയെ കണക്കിലെടുത്തുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഒരു യാന്ത്രികമായ ഒരു സമീപനം ഔദ്യോഗിക ജീവിതത്തിൽ കാണിക്കാതെ കോളേജിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥി പ്രശ്നങ്ങളാവാം, അധ്യാപകരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാവാം, പാഠ്യവിഷയങ്ങളെ സംബന്ധിച്ചോ പാഠ്യേതര വിഷയങ്ങളെ സംബന്ധിക്കുന്നതാവാം, ഒരു വേള അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചുമാവാം, അല്ലെങ്കിൽ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി ഇപ്പോൾ കോളേജ് തയ്യാറെടുക്കുമ്പോൾ, ഉദാഹരണത്തിന് അക്രഡിറ്റേഷന് വേണ്ടി, നാക്കിൻ്റെ അക്രഡിറ്റേഷന് വേണ്ടി മറ്റൊക്കെ തയ്യാറെടുക്കുമ്പോൾ എല്ലാവരും ഒത്തുകൂടി ഒരു കൺസേർട്ടഡ് എഫേർട്ടൊക്കെയാണ് ആവശ്യമായിട്ട് വരിക. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതും അതിൽ ഭാഗഭാക്കായിട്ടുള്ളതും അത്തരം സംരംഭങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഭാവിയിലും അതുപോലുള്ള സമഗ്രമായ പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം, എല്ലാവരുടെയും ഉത്സാഹത്തോടെയും ഒരുമയോടെയും ഉള്ള പ്രവർത്തനം ആവശ്യമായിട്ട് വരും. അപ്പോൾ കൈയും മെയ്യും മറന്ന് എല്ലാവരും ഉത്സാഹിച്ച് പ്രവർത്തിച്ചെങ്കിലേ കോളേജിന് അഭിവൃദ്ധി ഉണ്ടാകും. പാഠ്യവിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവരുടെ കൂടി സഹകരണമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കോളേജിൽ ഒരുപാട് ഇനിയും നല്ല നിലയ്ക്ക് വളരാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സ്റ്റാഫ് ക്ലബിൻ്റെ പ്രവർത്തനം തൃപ്തികരമാണോ സാറിൻ്റെ അഭിപ്രായത്തിൽ?
ക്ലബിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തനുമാണ് അതൃപ്തനുമാണ് എന്ന് വേണം പറയാൻ. സ്റ്റാഫ് ക്ലബ് ഭാരവാഹികൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഇവരെല്ലാം 100% ആത്മാർത്ഥതയെക്കുറിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് അംഗങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ട സഹകരണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1981 അധ്യാപകനായ ദിവസം തൊട്ട് വിക്ടോറിയ കോളേജിൽ ഒരു ദിവസം പോലും സ്റ്റാഫ് ക്ലബിൽ കയറി ഇറങ്ങാതെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും സീനിയോറിറ്റിയുള്ള ഒരു സ്റ്റാഫ് ക്ലബ് മെമ്പർ ഇന്ന് വിക്ടോറിയ കോളേജിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പല മെമ്പർമാരും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്, വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടോ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടോ ഏതെങ്കിലും കാരണം പറഞ്ഞ് ചില കാലയളവിലെങ്കിലും സ്റ്റാഫ് ക്ലബിൽ അംഗമല്ലാതെ വിട്ടു നിന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് പറയാം, ഞാൻ ഒരു കാലത്തും സ്റ്റാഫ് ക്ലബിൽ അംഗമാവാതിരിക്കുകയോ സ്റ്റാഫ് ക്ലബിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ഒരു ദിവസമെങ്കിലും സ്റ്റാഫ് ക്ലബിൽ പോകാതിരിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ഭാഗവാക്കായിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റാഫ് ക്ലബിൻ്റെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷിയാണ് ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്, എനിക്കതിൽ അഭിമാനവുമുണ്ട്. ഈ കോളേജിലെ ടീച്ചർ എന്നുള്ള നിലക്കുള്ള ടീച്ചറുടെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരുന്നു. ഞാൻ ഇവിടെ 1988 ടീച്ചറായിട്ട് ജോയിൻ ചെയ്തത്. എനിക്ക് വളരെ ഒരു സന്തോഷമുള്ളൊരു സമയമായിരുന്നു. എന്താ വെച്ചാൽ അത് എൻ്റെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് പറഞ്ഞാൽ എല്ലാവരും എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ ശരിക്കൊരു ഹോം അവേ ഫ്രം ഹോം അതായിരുന്നു എൻ്റെ ഫീലിംഗ്. എന്നുവെച്ചാൽ ചെറുപ്പം മുതൽക്ക് എനിക്ക് വിക്ടോറിയ കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലം പോലെ. എൻ്റെ അച്ഛൻ ഇവിടെ പഠിച്ചതാണ്. ഇന്നിപ്പോൾ എൻ്റെ അച്ഛനാണ് ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റുഡൻറ്റ് ഓഫ് വിക്ടോറിയ കോളേജ്, 97 years old. അപ്പോൾ അച്ഛൻ പണ്ട് ഇങ്ങനെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഈ കോളേജ് കാണിച്ചതാണ് എൻ്റെ കോളേജ് എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നു. പിന്നെ നാച്ചുറലി ചേച്ചി ഇവിടെ പഠിച്ചു, ഞാൻ ഇവിടെ പഠിച്ചു, എൻ്റെ 2 അനിയത്തിമാർ പഠിച്ചു, എൻ്റെ മകൻ ഇവിടെ പഠിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് കോളേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു വീട് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ക്ലാസ് ആയിരുന്നു കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അന്ന് കൂടുതൽ ബോയ്സ് ഉള്ള ഒരു ക്ലാസ് ആണല്ലോ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ആദ്യത്തെ ക്ലാസ് എനിക്ക് അതായിരുന്നു. അതും ആഫ്റ്റർനൂൺ ബാച്ച് ആയിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റി. എന്താ വെച്ചാൽ എനിക്ക് അതിനുള്ളൊരു നാക്കുണ്ട്. ആ കുട്ടികളായിട്ട് ബോയ്സിനെ സ്പെഷ്യലി ഇരുത്താനുള്ള ഇതൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല സ്റ്റുഡൻസായിട്ട്. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നാൽ സ്റ്റുഡൻസ് അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വെരി വെരി ഹാപ്പി. അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരെ കുറിച്ചും ടീച്ചറിൻ്റെ അനുഭവങ്ങൾ, അവരുമായിട്ടുള്ള ഇത്ര നാളത്തെ അനുഭവങ്ങളെന്ന് പറയാം. ഞാൻ ജോയിൻ ചെയ്ത മുതൽക്ക് തന്നെ പറഞ്ഞില്ല, ടീച്ചേഴ്സ് എല്ലാം എൻ്റെ ടീച്ചേഴ്സായിരുന്നു. പക്ഷെ അവർക്ക് അവരുടെ ഒരു സ്റ്റുഡൻറ്റ് വന്ന് ജോയിൻ ചെയ്ത ആ സന്തോഷമായിരുന്നു അവർക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർക്കും എനിക്ക് ഏൽപ്പിച്ചു തന്നു. അത് ഞാൻ സന്തോഷമായി ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജൂനിയർ ടീച്ചേഴ്സാണ് എല്ലാം ചെയ്യേണ്ടത്. ലാസ്റ്റ് അവർ ക്ലാസ് ഉണ്ടെങ്കിലും ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ടെങ്കിലും അതൊക്കെ ജൂനിയർ ടീച്ചേഴ്സാണ് എടുക്കേണ്ടത്. ഞങ്ങൾക്ക് പക്ഷെ അതിനൊന്നും ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. വളരെ സന്തോഷം. എന്താ വെച്ചാൽ രാവിലെ അങ്ങോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 5 മണി, അന്ന് ഷിഫ്റ്റാണല്ലോ, അപ്പോൾ 5 മണി വരെ ഇവിടെ തന്നെയായിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി പ്രായമായതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ജൂനിയർ ടീച്ചേഴ്സായിട്ട് അത്ര അവർക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ ചിലപ്പോൾ വിഷമം ഉണ്ടാവുമായിരിക്കാം. പക്ഷെ പ്രശ്നമൊന്നുമില്ല. അവരും അവരുടെ ഒരു ലോകം. ഇപ്പോൾ അവരെ കാണുമ്പോൾ ഞങ്ങളുടെ യൂത്താണ് ഓർമ്മ വയ്ക്കുന്നത്. ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ്സ് പറഞ്ഞാൽ ഞാൻ നോക്കി വരുമ്പോൾ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ ബോട്ടണി ആയാലും അതെ, ഫിസിക്സും ജൂനിയർ ടീച്ചേഴ്സൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ്. രാജേന്ദ്രൻ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന സമയത്ത്. അതേപോലെ ലീന, മായ, ദിവ്യ, അമ്പിളി, അങ്ങനെ കുറേ പേരുണ്ട് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതും എനിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ. പിന്നെ സീനിയർ ടീച്ചേഴ്സ് എല്ലാവരും എൻ്റെ റിയൽ ഗുഡ് ഫ്രണ്ട്സാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല അടുപ്പുണ്ട്. എനിക്ക് ഒരു ടീച്ചർ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊന്നും എനിക്കൊരു ഫീലിംഗ് വന്നിട്ടേ ഇല്ല. എല്ലാവരുമായിട്ടും കുറച്ച് പേര് വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. എല്ലാവർക്കും ഉണ്ടാവില്ല. ടീച്ചർ
ടീച്ചറുടെ നിന്നാണ് ഞാൻ സ്റ്റാഫ് ക്ലബിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുന്നത്. ടീച്ചർക്ക് സ്റ്റാഫ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ എങ്ങനെയാണ്, ഇനി എങ്ങനെ വേണം, ഇതുവരെ അതിനെക്കുറിച്ചൊക്കെ ഐ മസ്റ്റ് കൺഗ്രാജുലേറ്റ് യു ആൾ. നന്നായിട്ട് നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. പറ്റുകയാണെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ മീറ്റിങ്ങിനും വരണം എന്ന് നിർബന്ധം പിടിക്കണം. അത് കുറച്ച് പേരെ വെച്ചിട്ട് നമ്മളൊരു മീറ്റിംഗ് നടത്തിയാൽ അത് ബാക്കിയുള്ളവർ വരില്ല. വരാത്തവർ പിന്നെ ബാക്കിൽ അവർ വിചാരിക്കും ഞങ്ങളെ ഒന്നും കൂടി വന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ടുണ്ടാവുന്നൊരു തോന്നലാണ്. ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഒന്ന് ഓടി നടന്ന് എല്ലാവരും ഒന്ന് സംഘടിപ്പിക്കണം. ജനറൽ ബോഡിയിൽ എല്ലാവരും വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ അത് കുറേയും കൂടി ഇഫക്റ്റ് ആവും. ഇപ്പോൾ എന്താ വെച്ചാൽ ചിലവർക്കൊരു ഫീലിംഗ് ഉണ്ട്. കുറച്ച് പേരും ഇപ്പം അന്ന് നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഓർഡർ നമ്മൾ കുറച്ച് പേര് മാത്രം ഇങ്ങനെ നടന്ന് പാട്ടൊക്കെ പാടി അത് ആവുമ്പോൾ അതൊരു മറ്റുള്ളവരൊക്കെ ഒരു എക്സ്ക്ലൂഡഡ് ആയി തോന്നുന്നു. അതാണ് മെയിൻ പ്രോബ്ലം ഇക്കൊല്ലം ഉണ്ടായിരുന്നത്. അപ്പോൾ പറ്റുകയാണെന്ന് വെച്ചാൽ എല്ലാറ്റിനും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ബി വെരി വെൽ. യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. വിക്ടോറിയ കോളേജ് വിട്ടുപോകാൻ പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങൾക്കും ഗീത ടീച്ചർക്ക് ഇതേപോലൊരു സെൻഡ് ഓഫ് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. ആ തുടക്കമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും ഒരു സാറ് ദീർഘകാലത്തെ സർവീസിന് ശേഷം കോളേജിൽ നിന്ന് പിരിയുകയാണ്. അപ്പോൾ സാറിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചുരുക്കി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ 1979 ടീച്ചിങ് സർവീസ് ആരംഭിച്ചു. അത് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ കൂടിയാണ്. ഫസ്റ്റ് പോസ്റ്റിങ് ഗവൺമെൻറ് പോളിടെക്നിക് പാലക്കാട്. അവിടെ ഏതാണ്ട് 3 വർഷം 87 വരെ എൻ്റെ സർവീസ് പോളിടെക്നിക്കിൽ. കഴിഞ്ഞ വിക്ടോറിയ കോളേജിൽ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ കഴിഞ്ഞാൽ പിന്നെ ഈ സർവീസ് പൂർത്തിയാവുന്നവരെ ഇവിടെ തന്നെ. വിക്ടോറിയ കോളേജിൽ വന്നപ്പോൾ എല്ലാം ഇപ്പം നമ്മൾ പഴയ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിലും ധാരാളം ഫ്രണ്ട്സിനെ എടുക്കുന്നുണ്ടെങ്കിലും വിക്ടോറിയ കോളേജിലാണ് ഏതാണ്ട് 26 വർഷത്തോളം ഇവിടെയാണ് എൻ്റെ സർവീസ്. സാറിൻ്റെ കുടുംബം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ കുട്ടികൾ എവിടെയൊക്കെയായി, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എൻ്റെ വൈഫ് ഇവിടെ കൽപ്പാത്തി ഒരു സ്കൂളിൽ ഇപ്പോൾ അഡ്മിഷൻസാണ്. എൻ്റെ 2 മക്കളാണുള്ളത്. ഒരാൾ മൂത്തത് പെൺകുട്ടി, അയാൾ ബിടെക് കഴിഞ്ഞിട്ട് MBA ഫൈനൽ സെമിസ്റ്റർ തമിഴ്നാട്ടിലൊരു കോളേജിലാണ്. രണ്ടാമത്തെ ബോയിയാണ്. അയാൾ പിന്നെ എൻജിനീയറിങ് കഴിഞ്ഞ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറായിട്ട് ബാക്കിയാണ് എറണാകുളത്ത്. ഈ 4ലാണ് പാലക്കാട് എത്തിയത്. അതിൻ്റെ ആദ്യം തന്നെ ഇവിടെ വാടക വീട്ടിലൊക്കെ ആയിരുന്നു താമസിച്ചത്. 90 വയസ്സ് ഞാൻ സ്വന്തമായിട്ട് വീട് കൺസ്ട്രക്ട് ചെയ്ത് പാലക്കാട് സെറ്റിൽ. പൊതുവെ നമ്മുടെ വിക്ടോറിയ കോളേജിൽ സമരങ്ങളുടെ ഒരു കാലഘട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. സമരങ്ങളൊക്കെ കുറവാണ്. എന്നിരുന്നാൽ തന്നെ ഡിഗ്രി PG സ്റ്റുഡൻസ് ലിമിറ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി വിദ്യാഭ്യാസ നിലവാരം ഉയർന്നതാണ് എൻ്റെ. നമസ്കാരം. ടീച്ചർ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങളോട് വിട പറഞ്ഞു പോവുകയാണ്. ഇനി പോയിട്ട് എന്താണ് ടീച്ചറിൻ്റെ ഭാവി പരിപാടി? വീട്ടിൽ ഒതുങ്ങിയിരിക്കാനാണോ അതോ മറ്റെന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ? ശരിക്കും ഔദ്യോഗിക ജീവിതത്തിന് വിരമിക്കുന്നുവെങ്കിലും ശരിയായൊരു പ്ലാനിംഗ് ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഇനിയുള്ള അധികം സമയം എൻ്റെ അമ്മയുടെ കൂടെ നാട്ടിൽ കഴിയണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ നാട്ടിൽ ആരും ഇല്ലാത്ത കാരണം കൃഷിയൊന്നും നടക്കാതിരിക്കുകയാണ്. അതിൽ വല്ലതും ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്നുള്ളൊരു വിചാരം എനിക്കുണ്ട്. ശരിയായൊരു പ്ലാനിങ് നടത്തിയിട്ടില്ല. പാലക്കാട് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ പുൽക്കലൂർക്ക് പോകണോ എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി എന്തായാലും എൻ്റെ ഇതിലില്ല. ഇതുവരെ ഞങ്ങളെല്ലാം ഒരുമിച്ച് പക്ഷേ ഇതിപ്പോൾ സർക്കാർ തന്ന സൗജന്യം കൊണ്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി. എല്ലാറ്റും പ്രശ്നം വരും. അറിയാം, ഓട്ടോറിക്ഷ മാത്രമല്ല ബാക്കിയെല്ലാം എല്ലാറ്റിലും ഊണ് കഴിക്കാൻ എന്നും ഓട്ടോറിക്ഷയിൽ പോകാൻ മാത്രമല്ല കനമില്ലാത്ത ഒരു അന്തരീക്ഷം ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വിചാരിക്കുകയാണ് മാക്സിമം എനിക്ക് ക്രെഡിറ്റിൽ ലീവൊക്കെ എടുക്കും. അതുകൊണ്ട് കനകത്തിനെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്ത് പറയണമെന്ന് അറിയില്ല. അറിയാം എന്നോട് എന്താ കനകത്തിന് പറയാനുള്ളത്, ഇതിനൊരു മറുപടി കനകൻ തന്നേ പറ്റൂ. കോളേജിൽ നിന്ന് പോകുന്നു എന്നല്ലേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിനും നമ്മൾ പിന്നെയും കാണല്ലോ. ഒരു ജോലി സ്ഥലത്തുനിന്നൊരു വിടവാങ്ങൽ മാത്രമേ നമ്മുടെ സൗഹൃദത്തിന് ഒരിക്കലും മാറാത്തതുകൊണ്ട് അതൊരു വലിയ മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് എപ്പോഴും കാണാം. കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കോളേജിൽ നിന്ന് ജയം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ എന്താണ് സൗഹൃദങ്ങൾ പങ്കിടാനുള്ള സമയം കൂടുതൽ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ 87 ഇവിടെ വന്ന കാലം മുതൽ എനിക്ക് പരിചയമുള്ള ഒരാളാണ് കനകലക്ഷ്മി ടീച്ചർ. നല്ലൊരു സുഹൃത്തായിരുന്നു, നല്ലൊരു മനുഷ്യ സ്ത്രീയായിരുന്നു. ഒരു ജാടയും ഒന്നും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പിന്നെ എന്നോട് എന്നും നല്ല സ്നേഹമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അന്നും ഇന്നിപ്പോൾ റിട്ടയർ ചെയ്ത് പോകുമ്പോഴും ഞങ്ങൾ 2 വർഷം ഹോസ്റ്റലിൽ ഒന്നിച്ച് താമസിച്ചിരുന്നതാണ്. അന്ന് മുതലുള്ള സൗഹൃദമാണ്. അതിന് യാതൊരു കേടുപാടും പറ്റാതെ ഇന്നും അത് ഞാനും സൂക്ഷിക്കുന്നുണ്ട്, ടീച്ചറും സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശരിക്കും എനിക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ടീച്ചർ പോകുന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ സങ്കടമുണ്ട്. എന്നുവെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു സുഹൃത്തിനെ എപ്പോഴും എന്നോട് ആത്മാർത്ഥമായിട്ട് പെരുമാറിയിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള, ഹൃദയം നിറഞ്ഞ ഒരു പുഞ്ചിരി തരുന്ന ഒരു വ്യക്തിയായിരുന്നു ടീച്ചർ എന്നുള്ളതാണ് എനിക്ക്. അപ്പോൾ ഇവർക്ക് റിട്ടയർ ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വർഷം കനകലക്ഷ്മി ടീച്ചർ റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഒരു 55 വയസ്സിൽ ഈ വർഷം എല്ലാവരും 60 റിട്ടയർ ചെയ്യുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു, നമ്മളെ പറ്റിച്ചു. അതുകൊണ്ട് ഇനി 55 വയസ്സിൽ റിട്ടയർ ചെയ്തല്ലേ പറ്റുള്ളൂ. അതിപ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞതുപോലെയാണ്. പിന്നെ ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ ഈ കോളേജ് ഇപ്പം ഈ നാളെ ഈ കോളേജുകളിലൊക്കെ വിദ്യാഭ്യാസത്തിന് എന്ത് സംഭവിക്കും? പുതിയ ആഡ് ഓൺ കോഴ്സുകളൊക്കെ നടത്തിയാൽ മാത്രമേ പുറമേ നിന്ന് കുട്ടികൾ നമ്മുടെ കോളേജിലേക്ക് വരുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോടുകൂടി ആഡ് ഓൺ കോഴ്സുകൾ നടത്തണം. അതിന് വേണ്ടി ഇപ്പോഴുള്ള സമയം ഷെഡ്യൂൾ ടൈമുകളിൽ ഒരു മാറ്റം നടത്തിയിട്ട് രാവിലെ നേരത്തെ ക്ലാസ് 1 മണിയോടുകൂടി നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റിയിട്ട് ഈവനിങ്ങിൽ മുഴുവൻ ആഡ് ഓൺ കോഴ്സ് ആവണം. അപ്പോൾ റെഗുലർ സ്റ്റുഡൻസിന് ഒരു ആഡ് ഓൺ കോഴ്സും കൂടി കോളേജിൽ പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ ഇനിയുള്ള കാലം കോളേജിന് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.